ഞാനിപ്പോ പറയാൻ പോണ കാര്യം നിങ്ങൾക്ക് അത്രത്തോളം അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കില്ല. എന്നാലും ഞാനൊന്ന് പറയാം, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ മക്കള് എപ്പോഴും റിച്ച് ആയിട്ടും പൂർ ആയിട്ടുള്ള ആൾക്കാരുടെ മക്കള് എപ്പോഴും പൂർ ആയിട്ടും ജീവിക്കുന്നത്? ഇപ്പൊ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും, അങ്ങനെയല്ലല്ലോ. പൂർ ആയിട്ടുള്ള ആൾക്കാരുടെ മക്കള് എത്രയോ പേര് നമ്മൾ ഇമാജിൻ ചെയ്യുന്നതിനപ്പുറത്തേക്ക് വളർന്നിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, അതിന്റെ ഒരു തീരെ ഞാൻ പറയാം. നമ്മളെപ്പോഴും നമ്മളെ പോലെയുള്ള മിഡിൽ ക്ലാസ് ആൾക്കാര് കുട്ടിക്കാലം മുതൽ വളർന്നു വരുന്നത് അച്ഛനും അമ്മയും പൈസയെ കുറിച്ച് പറയുന്ന കുറെ പ്രശ്നങ്ങൾ കേട്ടിട്ടായിരിക്കും അല്ലെ. അയ്യോ, ഈ കയ്യിലിരിക്കുന്ന പൈസ തീർന്നു പോയാൽ എന്ത് ചെയ്യും, അയ്യോ കയ്യിൽ പൈസ വന്നില്ലല്ലോ, അയ്യോ ലോൺ അടച്ചില്ലല്ലോ. അങ്ങനെ പൈസ എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ പുറകെ നമ്മൾ പിന്നെ കേൾക്കുന്നത് കുറെ പ്രശ്നങ്ങളായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ നമ്മൾ കേട്ട് വളരുമ്പോൾ നമ്മുടെ ഉള്ളില് പൈസയെ കുറിച്ചുള്ള ഒരു ഫിയർ നമ്മുടെ ഉപബോധ മനസ്സിൽ അറിയാതെ കയറി കഴിഞ്ഞാൽ, നമ്മൾ വളർന്നു കഴിഞ്ഞാലും നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലും എന്ത് സ്റ്റാർട്ട് ചെയ്താലും നമ്മുടെ ഉള്ളിൽ അയ്യോ പൈസ ഒരു പ്രശ്നം പിടിച്ച എന്തോ കാര്യമാണ്, അല്ലെങ്കിൽ ഇത് തീർന്നു പോയാൽ എന്ത് ചെയ്യും, ഇത് കയ്യിൽ നിന്ന് പോയാൽ അങ്ങനെ പ്രശ്നം എന്നുള്ള കാര്യങ്ങളായിരിക്കും ഉള്ളിൽ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്ക് വിചാരിക്കുന്ന പോലെ ഫോക്കസ് ചെയ്യാൻ പറ്റണമെന്ന് പോലും ഇല്ല. എന്നാൽ റിച്ച് ആയിട്ടുള്ള ആൾക്കാര് എപ്പോഴും പൈസയെ കുറിച്ചുള്ള നല്ല കാര്യങ്ങളൊക്കെ കേൾക്കുന്നത്. അവരുടെ മക്കളും പൈസയെ കുറിച്ചുള്ള നല്ല കാര്യങ്ങൾ കേട്ടാ വളരണേ. ഇനിയിപ്പോ കയ്യിലുള്ള പൈസ പോയാലും അവർ അതിൽ മാസ്റ്റർ ആയതുകൊണ്ട്, മണി മേക്കിങ്ങിൽ മാസ്റ്റർ ആയതുകൊണ്ട് അവർക്ക് അറിയാം ആ പോയ പൈസ എങ്ങനെ തിരിച്ചു കൊണ്ടുവരണം, അവിടെ എന്താണ് ചെയ്യേണ്ടത്. അവർക്ക് അതൊരു ഗെയിം പോലെയാണ്, ഒരു ഗെയിം പോലെ എൻജോയ് ചെയ്യുന്ന കാര്യമായതുകൊണ്ട് അവർക്ക് ആ ഫിയർ ഇല്ലാത്തത് കൊണ്ടും കയ്യിലെ പൈസ അഥവാ പോയാലും അവർക്ക് അതേപോലെ തിരിച്ചു കൊണ്ടുവന്ന് വെക്കാൻ പറ്റും. അപ്പൊ അവരുടെ മക്കളും ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടു വളരുമ്പോൾ അവർക്ക് മണി മേക്കിങ്ങിൽ മാസ്റ്റർ ആവാനും അതിനെങ്ങനെ നിലനിർത്തണമെന്നും ഡബിൾ ആക്കണമെന്നും എങ്ങനെ തിരിച്ചു കൊണ്ടുവരണമെന്നും അവർക്കറിയാം. ആ ഫിയർ നമ്മൾ മാറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും. നമ്മൾ ഒരുപാട് ആൻസൈറ്റി ഒക്കെ വന്നിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പറ്റാതെ കൊളാക്കി കളയുന്നത്. അപ്പോ ഇത് നിങ്ങൾക്ക് എത്രത്തോളം യോജിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ ഈ പൈസയെ കുറിച്ചുള്ള ഫിയറും ആ പൈസയെ കുറിച്ചുള്ള പ്രശ്നങ്ങളും ഒന്ന് മാറ്റി വെച്ചിട്ട് ചെയ്യുന്ന കാര്യത്തിൽ ഒന്ന് ഫോക്കസ് ചെയ്ത് നോക്കും. നമുക്ക് നോക്കാം അവിടെ എന്താണ് ഇമാജിൻ ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാലോ. അപ്പൊ താങ്ക് യു.